പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ ചടങ്ങിലേക്ക് കടക്കുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ആദ്യം വന്ദേ മാതരം. ജൂലൈ മാസം 30 പുലർച്ചെ 1:30 മണിക്ക് പ്രകൃതിയുടെ മഹാകലിതുള്ളലിൽ ഉരുൾപൊട്ടലിൽ നമ്മെ വിട്ടുപിരിഞ്ഞതായ പ്രിയപ്പെട്ട ഉറ്റവർക്കും ഉടയവർക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് TJ ഐസക്. ജൂലൈ 30 പുലർച്ചെ 1:30 മണിക്ക് പ്രകൃതി സംഹാര താണ്ഡവമാടിയ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നമ്മിൽ നിന്നും അകന്നുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ, ഈ നാടിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. വേദനയോടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഷ്ടപ്പെടുന്ന, പ്രയാസമനുഭവിക്കുന്ന ദുരന്തബാധിതരായ ജനങ്ങളുടെ വേദനയോട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചേർന്ന് നിൽക്കുന്നു. അവരെ ഹൃദയത്തോട് ചേർത്തു നിർത്തുന്നു. അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമത്തിൽ നമ്മൾ ഒറ്റക്കെട്ടായി മുൻപന്തിയിലുണ്ടാകും. ഹൃദയഭേദകമായ ദുരന്തത്തിൽ പൊലിഞ്ഞുപോയവരുടെ ദീപ്തമായ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ കൽപ്പറ്റ നിയോജക മണ്ഡലം MLA അഡ്വക്കേറ്റ് T സിദ്ദിഖിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഏറെ ബഹുമാന്യരും ആദരണീയരുമായ നമ്മുടെ ഇന്നത്തെ ഈ ദിവസം ഏറെ ആശ്വാസത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും ദിവസം. അതിന് നന്ദി കുറിച്ചത് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒരുമിച്ച് ഈ ദുരന്തഭൂമിയിൽ 2ാമത്തെ ദിവസം വന്നതോടുകൂടിയാണ്. പാർട്ടിയും പ്രിയപ്പെട്ട നേതാക്കന്മാരും ഉരുൾപൊട്ടലുമായി നടത്തിയതായ ഇടപെടലുകൾ ഒരിക്കലും മറക്കാൻ കഴിയാത്തതും കൃത്യവും വ്യക്തവുമായിട്ടുള്ള ഇടപെടലുകളായിരുന്നു. 2024 ജൂലൈ മാസം 30 പുലർച്ചെയുണ്ടായ ഉരുൾപൊട്ടലിൽ ബഹുമാന്യരായ നേതാക്കന്മാരെ അല്പസമയത്തിന് ശേഷം വിവരമറിയിച്ചതിന് ശേഷം പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി
ഇന്ത്യൻ പാർലമെന്റിൽ ഈ ദുരന്തത്തെ പറ്റി ആ സമയത്ത് തന്നെ എഴുന്നേറ്റ് സംസാരിച്ചത് നമ്മളാരും മറന്നുപോയിട്ടില്ല. രാജ്യത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ ശ്രദ്ധയെ ഈ വയനാട്ടിലേക്ക് എത്തിക്കാൻ, ദുരന്ത സ്ഥലത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകളായിരുന്നു. അതിനുശേഷവും നിരന്തരമായ ഇടപെടലുകളാണ് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയും പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധിയും ഈ നാടിനു വേണ്ടി നടത്തിയിട്ടുള്ളത്. ദുരന്തം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം ബഹുമാന്യനായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഈ സ്ഥലം സന്ദർശിക്കുകയുണ്ടായി. റീഹാബിലിറ്റേഷൻ ക്യാമ്പുകൾ, റിലീഫ് ക്യാമ്പുകൾ, ദുരന്തം നടന്ന സ്ഥലങ്ങൾ, രോഗികൾ ആശുപത്രിയിൽ കിടക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ എല്ലായിടത്തും സന്ദർശിച്ച് തിരിച്ചു പോകേണ്ടതായ ആ സന്ദർഭത്തിൽ തിരിച്ചുപോക്ക് അവസാനിപ്പിച്ച് പിറ്റേ ദിവസം ഉദ്യോഗസ്ഥന്മാരുടെ മുഴുവൻ യോഗം വിളിച്ചു ചേർത്തത് നമ്മൾ ഇപ്പോഴും മറന്നുപോയിട്ടില്ല. പല രീതിയിലുള്ള ഇടപെടലുകൾക്ക് നേതൃത്വം കൊടുത്തു. വിവിധ സംസ്ഥാനങ്ങളുമായിട്ടുള്ള ഏകോപനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. കർണാടക സർക്കാർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്കുള്ള ഇടപെടൽ ഉൾപ്പെടെ വിവിധങ്ങളായ നടപടികൾക്ക് നേതൃത്വം കൊടുക്കുകയുണ്ടായി. ഈ നടപടികൾക്ക് മുഴുവൻ നേതൃത്വം കൊടുത്തു എന്നുള്ളത് മാത്രമല്ല, ഉദ്യോഗസ്ഥതല യോഗങ്ങൾക്ക് ശേഷം പുത്തുമല ഫോറസ്റ്റ് സ്റ്റേഷന്റെ പുറത്ത് വെച്ച് പത്രപ്രവർത്തകരെ കണ്ടപ്പോൾ രാഹുൽ ഗാന്ധി പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധിയോടും KC വേണുഗോപാലിനോടുമൊപ്പം അന്ന് പത്രപ്രവർത്തകരോട് പറഞ്ഞത് 100 വീടുകൾ ദുരന്തബാധിതർക്ക് വേണ്ടി കോൺഗ്രസ് നിർമ്മിച്ചു നൽകും എന്നുള്ളതാണ്. ഇന്നത്തെ ദിവസം ഏറെ ആശ്വാസത്തിൻ്റെ ദിവസമാണ്, ആത്മവിശ്വാസം പകരുന്ന ദിവസമാണ്. ഇന്നേ ദിവസം കോൺഗ്രസ് പ്രഖ്യാപിച്ച ആ 100 വീട് അതിൻ്റെ ശിലവാകുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം. പ്രിയപ്പെട്ട വയനാടിലെ ജനങ്ങളെ മുഴുവൻ എൻ്റെ സ്വന്തം കുടുംബം എന്ന് വിശേഷിപ്പിക്കുന്ന പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി ഏത് സന്ദർഭത്തിലും വയനാടിനോട് സ്നേഹവും ആഭിമുഖ്യവും ചേർത്ത് നിർത്തലും പ്രഖ്യാപിക്കുന്ന രാഹുൽ ഗാന്ധി ഞങ്ങളിപ്പോഴും ഓർക്കുന്നു. ഭാരത് ജോഡോ യാത്രയുമായി മുന്നോട്ട് പോകുമ്പോൾ വന്യമൃഗാക്രമണത്തിൽ പാക്കത്ത് വെച്ചുകൊണ്ട് പാക്കത്ത് മരണമടഞ്ഞതായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ആ യാത്ര നിർത്തിവെച്ച് ആ ഹതഭാഗ്യന്റെ വീട്ടിലേക്ക് കടന്നുപോയ രാഹുൽ ഗാന്ധിയെ നമ്മൾ ഇപ്പോഴും മറന്നുപോയിട്ടില്ല. ഏത് സമയത്തും പാർലമെന്റിനകത്തും പുറത്തും വയനാടിനെ കുറിച്ചും വയനാട്ടിലെ ജനതയെക്കുറിച്ചും വയനാടിന് വേണ്ട വികസന പദ്ധതികളെക്കുറിച്ചും സംസാരിക്കുകയും ഇടപെടുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന ഇന്ത്യ കണ്ട നിർഭയനായ പോരാളി പ്രിയപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധിയെ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട പാർലമെന്റ് അംഗം രാഹുൽ ഗാന്ധി ഏൽപ്പിച്ചതായ ഉത്തരവാദിത്തം, ജനങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഏറ്റവും ഭംഗിയായി നിർവഹിക്കാൻ നേതൃത്വം കൊടുത്ത് ഇന്ന് മണിക്കൂറുകൾ നീണ്ടതായ ദിശ മീറ്റിംഗ്, ആ മീറ്റിംഗ് കഴിഞ്ഞാണ് ഈ വേദിയിലേക്ക് പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധി എത്തിയത്. ഓരോ ചോദ്യങ്ങളും ഓരോ കാര്യങ്ങളും അന്വേഷിച്ച് കേന്ദ്രമന്ത്രിമാരെ കണ്ട് സംസ്ഥാന മന്ത്രിമാർക്ക് കത്തയച്ച് ഇവിടെ ഓരോ പ്രശ്നമുണ്ടാകുമ്പോൾ അതിൽ മുഴുവൻ ഇടപെട്ട് ആദിവാസി ഗോത്ര സമൂഹത്തെ ചേർത്ത് നിർത്തി ഈ നാടിൻ്റെ ഓരോ വികസന പ്രശ്നങ്ങളും പരിഹരിക്കാൻ വലിയ ഇടപെടലിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെയൊക്കെ അഭിമാനമായ പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധി ഈ ദുരന്തമുണ്ടായതിനു ശേഷം നമ്മൾ നടത്തിയ ഇടപെടലുകൾ, ഫുഡ് കിറ്റുകൾ കൊടുത്തു, ബാക്ക് ടു ഹോം കിറ്റുകൾ കൊടുത്തു, കുട്ടികൾക്ക് സൈക്കിളുകൾ കൊടുത്തു, അവർക്കുള്ള ഒരുപാട് നിരവധിയായ കാര്യങ്ങളിൽ ബഹുമാന്യ നേതൃത്വത്തിന്റെ ഇടപെടലുകളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു. ഇതിലൊരു കാര്യം പറയുന്നു, മറന്നുപോയ ഗവൺമെന്റിനെ, ബിൽഡിംഗ് ഉടമകളെ ഓർമ്മപ്പെടുത്താൻ സാധിച്ചത് പ്രിയങ്ക ഗാന്ധി അവർക്ക് 5 ലക്ഷം കൊടുക്കും എന്ന് പ്രഖ്യാപിച്ചതോടുകൂടിയാണ് പിണറായി വിജയന്റെ ഓർമ്മയിലേക്ക് ആ വിഭാഗം കടന്നു വന്നത്.
ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടി നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോകുന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട പാർലമെന്റ് അംഗം ഏറെ അഭിമാനത്തോടുകൂടി പ്രിയങ്ക ഗാന്ധിയെ ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട കേരളം ദേശീയ രാഷ്ട്രീയത്തിന് സംഭാവന ചെയ്ത ഉജ്ജ്വല സംഘടനാ പാടവത്തിന്റെ നേതൃത്വത്തിന്റെ ഉടമ എപ്പോൾ വിശ്രമിക്കുന്നു എന്നുള്ളതറിയില്ല. ഓരോ ഇടവും യാത്ര ചെയ്ത് സംഘടനയെ ശക്തിപ്പെടുത്താൻ, ജനാധിപത്യ മതേതരത്വ മൂല്യങ്ങളെ സംരക്ഷിക്കാൻ, ഭാരത് ജോഡോ യാത്രയുടെ ഏകോപനം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്ത് പാർലമെന്റിനകത്തും പുറത്തും ഈ വലിയ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അഭിമാനമായ പിണറായി വിജയന്റെ മുഖത്ത് നോക്കി നിർഭയനായി ഓരോ കാര്യങ്ങളും എടുത്തു പറഞ്ഞ് ജനാധിപത്യ കേരളത്തിന് ആത്മവിശ്വാസം പകരുന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട KC വേണുഗോപാൽ MP അവർകളെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായ പ്രസിഡന്റ്, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ശ്രീ സണ്ണി ജോസഫ് MLA അവർകളെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടിയിൽ നമ്മുടെ അതിഥിയായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായ, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും വയനാട്ടുകാരോടൊപ്പം സഞ്ചരിക്കുന്നതായ ഏറെ പ്രിയങ്കരനായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ വേദിയിലുണ്ട്. ഏറെ സന്തോഷത്തോടു കൂടി കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ സ്വാഗതം ചെയ്യുകയാണ്. ഏറെ പ്രിയപ്പെട്ട AICCയുടെ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഉൾപ്പെടെ, AICC സെക്രട്ടറിമാർ ഉൾപ്പെടെ, KPCC വർക്കിംഗ് പ്രസിഡന്റുമാർ ഉൾപ്പെടെ, MLA മാർ ഉൾപ്പെടെ, ഭാരവാഹികൾ ഉൾപ്പെടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട അമരക്കാരൻ, ഈ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ച TJ ഐസക് അടക്കമുള്ള എല്ലാവരെയും, ഈ ജില്ലയുടെ എല്ലാ ഭാഗത്തു നിന്നും കടന്നു വന്നിരിക്കുന്ന, കാലാവസ്ഥ പ്രതികൂലമായിട്ടും നേരത്തെയാക്കിയ പരിപാടിയിൽ എല്ലാം മറന്ന് കടന്നു വന്നതായ നിങ്ങളെല്ലാവരെയും ഹൃദയ സമക്ഷം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അഭിവാദനങ്ങൾ. ജയ് ഹിന്ദ്. അധ്യക്ഷത വഹിച്ച് സംസാരിക്കാൻ ആദരണീയനായ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അവர்களോട് അഭ്യർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ഭവന സമുച്ചയത്തിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യുന്ന രാജ്യത്തിൻ്റെ പ്രതീക്ഷയും അഭിമാനവുമായ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽജി, വയനാടിൻ്റെ ബഹുമാന്യ MP പ്രിയങ്കാജി, പ്രിയപ്പെട്ട ശ്രീ KC വേണുഗോപാൽജി, കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ദീപാജി, T സിദ്ദിഖ് MLA ഉൾപ്പെടെയുള്ള സംഘാടകർ, DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകർ, നല്ലവരായ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമുക്കറിയാം വയനാടിൻ്റെ വേദന രാജ്യം മാത്രമല്ല ലോകം എമ്പാടും ഏറ്റെടുത്ത വേദനയാണ്. ഈ പ്രദേശത്തെ മാത്രമല്ല വിറങ്ങലിപ്പിച്ചത്, മലയാളക്കരയെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള മനസാക്ഷിയുള്ള മനുഷ്യർ വയനാടുകാർക്കൊപ്പമായിരുന്നു. ആ ദുരന്ത ബാധിതരെ സഹായിക്കാൻ നിരവധിയായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, നമുക്കറിയാം പ്രതിപക്ഷത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് നേതൃത്വം നൽകുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുമെല്ലാം വളരെ ശക്തമായ ഇടപെടലുകളും ഏറ്റവും ഫലപ്രദമായ നേതൃത്വ പങ്കാളിത്തവുമാണ് വഹിച്ചിട്ടുള്ളത്. ഗവൺമെൻറ്റുമായിട്ട് നമ്മൾ സഹകരിച്ചു. കർണാടകത്തിലെ ഗവൺമെൻറ് കേരള ഗവൺമെൻറ്റുമായി സഹകരിച്ചു. രാഹുൽജിയുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ MP മാരും MLA മാരും പൂർണ്ണമായിട്ട് പുനരധിവാസ പദ്ധതികളോട് സഹകരിച്ചു. അന്ന് വയനാട്ടിലെ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റും ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും T സിദ്ദിഖ് MLA എല്ലാം നടത്തിയ രക്ഷാപ്രവർത്തനങ്ങൾ ഏറ്റവും മാതൃകാപരമാണ്. അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കാൻ നമ്മൾ പദ്ധതികൾ ആവിഷ്കരിച്ചു. അതിൽ നമുക്കറിയാം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വേണ്ടത്ര സഹകരണം ലഭിച്ചില്ല. സ്ഥലം ലഭിക്കാനുള്ള കാലതാമസമുണ്ടായി. അതിനെല്ലാം നിശ്ചയദാർഢ്യം കൊണ്ട് രാഹുൽജിയുടെയും പ്രിയങ്കാജിയുടെയും ഫലപ്രദമായ സഹായ സഹകരണം, ഉപദേശ നിർദ്ദേശങ്ങൾ കൊണ്ട് അതിജീവിച്ച് ഇന്ന് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് സാധിച്ചിരിക്കുന്നു. അതിൻ്റെ തറക്കല്ലിടിൽ ആ ചടങ്ങാണ് ഇവിടെ ലളിത സുന്ദരമായിട്ട് നിർവഹിക്കാൻ നമുക്ക് സാധിക്കുന്നത്.
അതിനായിട്ട് രാഹുൽ ഗാന്ധി ഡൽഹിയിൽ നിന്ന് പറന്നെത്തി. അദ്ദേഹത്തിന് വയനാട്ടുകാരോടുള്ള വലിയ സ്നേഹബന്ധം, പ്രിയങ്കാജിക്ക് വയനാടിനുള്ള ഹൃദയബന്ധം അത് നിലനിർത്തിക്കൊണ്ട് നമുക്ക് ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ഈ പദ്ധതി എത്രയും വേഗം പൂർത്തീകരിക്കാൻ നമുക്കെല്ലാവർക്കും ഒന്നിച്ച് പരിശ്രമിക്കാം എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് എത്രയും വേഗം പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ എന്ന ആശംസയോടെ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഭാരത്. ഈ പ്രവർത്തനത്തിൽ നമുക്കെല്ലാ പിന്തുണയും നൽകിയ APN അനിൽകുമാറും ഷാഫി പറമ്പിലും PC വിശ്വനാഥും 3 വർക്കിംഗ് പ്രസിഡന്റുമാർ ഇവിടെയുണ്ട്. നമ്മെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കാൻ ഏറെ ആദരണീയനും ബഹുമാന്യനുമായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും ആദരണീയനായ പ്രതിപക്ഷ ഉപനേതാവുമായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുക. പ്രിയങ്കരായ സഹോദരി സഹോദരന്മാരെ, ബഹുമാന്യായ രാഹുൽജിയും അതുപോലെ തന്നെ പ്രിയങ്കാജിയും ദീപാദാസ് മുൻഷിയും KC വേണുഗോപാലും എല്ലാവരും ഇവിടെ സംസാരിക്കാനുണ്ട്. ദീർഘിച്ച് സംസാരിക്കേണ്ട ഒരു സന്ദർഭമല്ല. വയനാട്ടിൽ ദുരന്തം അനുഭവിച്ച, ഈ പ്രദേശത്ത് ദുരന്തം അനുഭവിച്ച ജനങ്ങൾക്ക് വേണ്ടി വിവിധ സന്നദ്ധ സംഘടനകളും അതുപോലെ തന്നെ ഗവൺമെൻറ്റും ഒക്കെ അവരുടെ സഹായഹസ്തങ്ങളുമായി വരികയാണ്. അത് കാണിക്കുന്നത് എല്ലാവരും ദുരന്ത ബാധിതരോടൊപ്പം ഉണ്ട് എന്ന് തന്നെയാണ്. ഞങ്ങളുടെ പ്രോജക്റ്റ് ഈ 28-ാം തീയതി കംപ്ലീറ്റ് ചെയ്ത് ഉദ്ഘാടനം ചെയ്യുകയാണ്. ഇവിടെ സർക്കാരിൻ്റെ ലിസ്റ്റിൻ്റെ അപ്പുറത്തും ഒരുപാട് ആളുകൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ട്. അതുപോലെ തന്നെ ഇനിയും ഒരുപാട് ബാക്കിയുണ്ട്. ആ കുറവെല്ലാം നികത്താൻ വേണ്ടി മുന്നോട്ട് വന്ന പ്രിയങ്കാജിയെയും രാഹുൽജിയെയും അങ്ങേയറ്റം അഭിനന്ദിച്ചുകൊണ്ട്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അങ്ങേയറ്റം അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. ജയ്. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ഏറെ പ്രിയപ്പെട്ട ശ്രീ KC വേണുഗോപാൽ MP. അഭിനന്ദനായ രാഹുൽജി, പ്രിയങ്കാജി, കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഈ വേദിയിലെ MPമാരും MLAമാരും ഉൾപ്പെടെയുള്ള ബഹുമാന്യരായ നേതാക്കളെ, എത്രയും പ്രിയപ്പെട്ട വയനാടിലെ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മളെ എല്ലാവരുടെയും മനസ്സിനെ ഞെട്ടിത്തിരിപ്പിച്ചുകൊണ്ടാണ് 24 ജൂലൈയിൽ ആ ദുരന്തമുണ്ടായത്. ഞാൻ ഓർക്കുന്നു, പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്ന വേളയായിരുന്നു അത്. ഈ ദുരന്തം അറിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം രാത്രി പുലർച്ചെയാണ് ഉണ്ടായത്. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ റെക്കോർഡുകളിൽ, ചരിത്രത്തിൽ കാണാവുന്ന ഏറ്റവും വികാരനിർഭരമായിട്ടുള്ള ഒരിടപെടലായിരുന്നു പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഇടപെടൽ. അന്ന് അദ്ദേഹം സർക്കാരിനോട് തൻ്റെ മണ്ഡലത്തിലെ ജനങ്ങൾ കൂടിയായിട്ടുള്ള വയനാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഈ പ്രയാസങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകേണ്ട അടിയന്തരമായ ഇടപെടലുകളും സഹായങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഇടപെടലായിരുന്നു നടത്തിയത്. അന്ന് മാത്രമല്ല, അദ്ദേഹം ആവശ്യപ്പെട്ടു, ഒരു പ്രത്യേക ചർച്ച വേണം പാർലമെൻറ്റിൽ, വയനാട് ദുരന്തത്തെക്കുറിച്ച് ഒരു സ്പെഷ്യൽ ഡിസ്കഷൻ വേണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പാർലമെൻറ്റ് മൊത്തം ആ ദുരന്തത്തെക്കുറിച്ച് പൂർണ്ണമായി കോൾ അറ്റൻഷനിലൂടെ ചർച്ച ചെയ്യുകയുണ്ടായി. അവിടെയും രാഹുൽ ഗാന്ധി സംസാരിക്കുകയുണ്ടായി. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അന്ന് മറുപടിയും ഉണ്ടായി. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സഹായത്തിന് വേണ്ടി പിന്നീട് ഇങ്ങോട്ട് രാഹുൽ ഗാന്ധിക്ക് പകരം പ്രിയങ്ക ഗാന്ധി വന്നു. അവർ ആ പാർലമെൻറ്റിലെ ഇടപെടൽ നമുക്കറിയാം. ബാങ്കുകളുടെ നിലപാടുണ്ടായിരുന്നു, അത് അനുകൂലമല്ലാത്ത നിലപാടായിരുന്നു. വായ്പ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ ബാങ്കുകളൊക്കെ തന്നെ പ്രതികൂലമായ നിലപാടുകൾ സ്വീകരിച്ചപ്പോൾ പാർലമെൻറ്റിനകത്ത് ഏറ്റവും ശക്തമായ ഭാഷയിൽ പ്രിയങ്ക ഗാന്ധി സംസാരിക്കുന്നത് നമ്മൾ കേൾക്കുകയുണ്ടായി. അതുപോലെ കേന്ദ്ര സഹായത്തിൻ്റെ വിഹിതം കൂട്ടാതിരുന്നപ്പോൾ കേന്ദ്ര സഹായം കേരളത്തിൻ്റെ അക്കൗണ്ടിൽപ്പെടുത്തി, പഴയ ദുരന്ത നിവാരണത്തിൻ്റെ അക്കൗണ്ടിൽപ്പെടുത്തി കൊടുത്തപ്പോഴൊക്കെ തന്നെ പരിഹരിക്കുകയുണ്ടായി. അന്ന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇവിടെ വന്നപ്പോൾ നൽകിയ ഉറപ്പാണ്, ഞങ്ങളും ഈ പ്രശ്നത്തിലുണ്ടാവും, സർക്കാരിനോടൊപ്പം കൂട്ടമായി നമ്മളുണ്ടാവും. ദുരന്തഭൂമിയിൽ രാഷ്ട്രീയം കളിക്കുന്ന പാർട്ടിയല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതുകൊണ്ട് അത് UDFൻ്റെയും പാരമ്പര്യമല്ല. ഞങ്ങൾ ഒറ്റക്കെട്ടായി സർക്കാരിനെ സഹായിച്ചു. രാഹുൽ ഗാന്ധി ഇവിടെ നിന്ന് തന്നെ വിളിച്ചു, സിദ്ധരാമയ്യോട് പറഞ്ഞു, കർണാടകത്തിലെ ഗവൺമെൻറ്റിനോട് പറഞ്ഞു, കേരളത്തിലെ ജനങ്ങൾ ഒരു ദുരിതം അനുഭവിക്കുന്നുണ്ട്, നിങ്ങളുടെ സഹായം ഉണ്ടാകണം. 4 പ്രാവശ്യം കർണാടകത്തിൻ്റെ മുഖ്യമന്ത്രി കേരളത്തിലെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെടുകയുണ്ടായി.
അവർ പ്രത്യേകമായി വീടുണ്ടാക്കി കൊടുക്കാൻ തയ്യാറായിരുന്നു, പ്രത്യേകമായ സ്ഥലം കൊടുത്തിരുന്നുവെങ്കിൽ. അതല്ല, കേരള സർക്കാരിൻ്റെ സഹായത്തിലേക്ക് നൽകിയാൽ മതി എന്നവർ പറഞ്ഞപ്പോൾ 20 കോടി രൂപയാണ് കർണാടക സർക്കാർ ഓഫർ ചെയ്ത് കേരളത്തിന് ഏൽപ്പിച്ച് 10 കോടി ഓൾറെഡി കൈമാറി കഴിഞ്ഞിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഇടപെടൽ തന്നെയായിരുന്നു. തെലങ്കാന ഗവൺമെൻറ് തയ്യാറായി, പക്ഷേ പോസിറ്റീവായ റെസ്പോൺസ് സർക്കാരൊന്നും ഉണ്ടായിട്ടില്ല. നമ്മളീ പറയുന്നത്, നമ്മളും ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യം മുതലേ തന്നെ സ്ഥലം അനുവദിച്ച് കിട്ടണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ കിട്ടിയില്ല. പിന്നീട് സ്ഥലത്തിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് തിരച്ചിലുകൾ നമ്മൾ നടത്തുകയുണ്ടായി. ആ തിരച്ചിലിൻ്റെ അവസാനമാണ് ഇവിടെ നമ്മൾ 3 പ്ലോട്ടുകളിലായിട്ട് ഈ വീടുകൾ പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. പറഞ്ഞ കാര്യം രാഹുൽ ഗാന്ധിയാണ് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഒരു കാര്യത്തിൽ സംശയം വേണ്ട. ആ പറഞ്ഞ കാര്യം 100% പാലിച്ചിരിക്കുമെന്നുള്ളത് ഞങ്ങളിവിടെ ഉറപ്പ് നൽകുകയാണ്. താമസിയാതെ ഞങ്ങൾ കൺസ്ട്രക്ഷൻ കമ്പനി ഏൽപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഡിസൈൻ പൂർത്തീകരിച്ചിട്ടുണ്ട്. നിർമ്മാണ ജോലികളുമായി മുന്നോട്ട് പോകും. ഇതൊരു രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടുള്ള അവകാശവാദമൊന്നുമല്ല, മറിച്ച് വയനാട്ടിലെ ജനങ്ങൾക്ക് കോൺഗ്രസും UDFും രാഹുൽ ഗാന്ധിയും നൽകുന്ന ആ മാനസികമായ ഉറപ്പിൻ്റെ സ്ഥിരീകരണമാണ് എന്നും സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം നമുക്കറിയാം, ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയ കച്ചവടക്കാരുണ്ട്. പ്രിയങ്ക ഗാന്ധിയുടെ ഏറ്റവും ശക്തമായ ഇൻ്റർവെൻഷനായിരുന്നു. സർക്കാരിൻ്റെ നോംസ് അനുസരിച്ച് അവർക്ക് സഹായം കിട്ടില്ല എന്ന് പറഞ്ഞു. ആ പാവപ്പെട്ടവർക്ക് കുറച്ച് പൈസ കിട്ടിയിരുന്നെങ്കിൽ കച്ചവടം തുടങ്ങാമായിരുന്നു, അവരുടെ കടകൾ ആരംഭിക്കാമായിരുന്നു. നൽകിയില്ല. ഞങ്ങളോട് പറയുന്നു, 40 പേർക്കാണ് 5 ലക്ഷം രൂപ വെച്ച് ആ കച്ചവടക്കാർക്ക് നമ്മളിവിടെ ചെക്കായി നൽകുന്നത് എന്നുള്ളത് ഇവിടെ പറയാനായിരുന്നു. ഗവൺമെൻറ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ജനങ്ങളുടെ സഹായത്തോടുകൂടി പാർട്ടി നൽകുന്ന ഈ തീരുമാനത്തിന് ഇനിയും മുന്നോട്ട് പോകാൻ അവസരമുണ്ടാകട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട പാർലമെന്റ് അംഗം, വയനാടിൻ്റെ പ്രിയങ്കരി, ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി പാർലമെന്റിനകത്തും പുറത്തും പോരാടുന്ന നമ്മുടെ ഏവരുടെയും അഭിമാനമായ പ്രിയങ്ക ഗാന്ധി MPയെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. My dearest brothers and sisters, my elder brother Sri Rahul Gandhi ji, Sri K.C. Venugopal ji, Srimati Deepa Das Munshi ji, Sri Sunny Joseph ji, Sri Kunyali Kutti ji, all the MLAs present on stage, my colleagues from Parliament, the MPs who are present on stage, I welcome all of you to Wayanad today. എൻ്റെ പ്രിയങ്കരായ സഹോദരി സഹോദരന്മാരെ, എൻ്റെ സഹോദരൻ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, നിങ്ങളെല്ലാവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Soon after this terrible tragedy struck us here in Wayanad, I traveled here with my brother for one of the first times that I was coming here. ഈ വയനാടിൽ ഏറ്റവും വേദനാജനകമായ ദുരന്തം ഉണ്ടായപ്പോൾ തന്നെ ഞാനും സഹോദരനും കൂടി ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. I had come before, but only during election time. ഞാൻ ഇലക്ഷന് മുമ്പാണ് ഇവിടെ എത്തിയത്. When I came that day, what I saw will never leave me. What I saw that day will never leave me. ഞാൻ ഇവിടെ എത്തിയതിനു ശേഷം ഞാൻ ഇവിടെ കണ്ടത് ഒരിക്കലും എന്നിൽ നിന്ന് വിട്ടുപോകില്ല. You had lost everything. നിങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടിരുന്നു. Your homes, your families, your schools, your shops, your businesses, everything. നിങ്ങളുടെ കുടുംബങ്ങൾ, നിങ്ങളുടെ ഉറ്റവർ, നിങ്ങളുടെ വീട്, നിങ്ങളുടെ കടകൾ, നിങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങൾ എല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരുന്നു. And I have said this again and again since that day. But what struck me most was your courage, your pride, and the way every single person here did whatever they could to help you. ഞാൻ അതിനുശേഷം എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്, ഈ ദുരന്തത്തിനിടയ്ക്കും എന്നെ ഏറ്റവും കൂടുതൽ സമാധാനിപ്പിച്ചത് നിങ്ങളുടെ ഒരുമയും നിങ്ങളുടെ ധീരതയും, എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ആ ദുരന്തത്തെ നേരിട്ടതുമാണ്. And the way that all of you stood together, helping each other, no matter what religion you belong to, no matter what different sections you belong to, you all stood together
You supported each other, you gave each other courage, you gave each other love when you needed it most. നിങ്ങൾ ഇവിടെ എല്ലാ വിഭാഗീയതയ്ക്കപ്പുറം എല്ലാ മതങ്ങൾക്കും രാഷ്ട്രീയത്തിനും എല്ലാം അപ്പുറം ഒരുമിച്ച് നിന്നുകൊണ്ട് പരസ്പരം സഹായിച്ച് പരസ്പരം സാന്ത്വനമേകി പരസ്പരം കരുത്തു പകർന്ന് നിങ്ങളെല്ലാവരും ഒരുമിച്ചാണ് ഈ ദുരന്തത്തെ നേരിട്ടത്. I was not your MP then. My brother was. ഞാൻ അപ്പോൾ നിങ്ങളുടെ MP ആയിരുന്നില്ല, എൻ്റെ സഹോദരനായിരുന്നു MP. I am your MP now. ഞാൻ ഇപ്പോൾ നിങ്ങളുടെ MP ആണ്. But between that time and now, I have also become your daughter, your sister, and a member of your family. പക്ഷേ അന്നത്തെ ദിവസം മുതൽ ഇന്നുവരെ ഞാൻ നിങ്ങളുടെ മകളായി, നിങ്ങളുടെ സഹോദരിയായി, നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമായി മാറിയിട്ടുണ്ട്. And I have watched the different struggles you have faced through this period. ഞാൻ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ അനുഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സംഘർഷത്തെ, ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകളെ ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. You have faced the struggle to rebuild your family life. നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ തന്നെ വീണ്ടും ബന്ധപ്പെടുത്തുന്നതിന് വേണ്ടി നിങ്ങൾ നടത്തിയ ഏറ്റവും വലിയ ദുരിതം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. To wake up every morning and carry on without the people you love the most. നിങ്ങളുടെ ഏറ്റവും ഉറ്റവർ, നിങ്ങളുടെ ഏറ്റവും അടുത്തവരില്ലാതെ ഓരോ ദിവസവും എഴുന്നേറ്റ് ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ബുദ്ധിമുട്ടാണ്. You have faced the struggle of not having places to stay, having to move from one place to another, having to live in rented accommodation. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ഒരു സംവിധാനമില്ലാതെ, നിങ്ങളുടെ പരസ്പരമുള്ള കുടുംബങ്ങളില്ലാതെ നിങ്ങൾ അനുഭവിച്ച ദുരന്തങ്ങൾ നമുക്കറിയാം. I have met proud people like my brother Anayan, who owned farmlands, who was a well-to-do farmer, and after the tragedy had to make ends meet by driving an auto rickshaw. ഇവിടെ ശ്രീ അണ്ണയ്യനെ പോലെ അദ്ദേഹത്തിൻ്റെ കൃഷി മുഴുവൻ നഷ്ടപ്പെട്ട് എല്ലാ വരുമാനവും നഷ്ടപ്പെട്ട് അവസാനം ജീവിതമാർഗത്തിന് വേണ്ടി ഓട്ടോ ഓടിക്കേണ്ടുമെന്ന മനുഷ്യനെ ഞാൻ കണ്ടിട്ടുണ്ട്. I have met courageous young people like Hani, who lost his entire family, but as I have said before, turned around and said to me that what he wants to do is provide help to people who have less than him, who are poorer. ഞാൻ ഹനിയെ പോലെ ഏറ്റവും കരുത്തരായ കുടുംബത്തിലെ എല്ലാവരെയും നഷ്ടപ്പെട്ടതിന് ശേഷവും ആ ജീവിതം തിരികെപ്പിക്കാൻ ഏറ്റവും കരുത്തരായിട്ട് ജീവിച്ചവരെ ഞാൻ കണ്ടിട്ടുണ്ട്. And as all of us here on stage have watched you struggle, in our own ways we have tried our best to raise your voices on different platforms, to demand justice for you, and to try to do our best to support you. ഈ വേദിയിലുള്ള എല്ലാവരും ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ നീതി ലഭിക്കുന്നതിന് വേണ്ടി, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് വേണ്ടി, നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയിട്ടുണ്ട്. We raised your voice in Parliament again and again. ഞാൻ പാർലമെന്റിൽ നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ വളരെയധികം പ്രാവശ്യം ഉന്നയിച്ചു. All of us MPs went and met the Home Minister demanding that the disaster should be termed a national disaster. ഞങ്ങൾ എല്ലാ എംപിമാരും ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയെ കണ്ട് ഈ ദുരന്തം ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. We wrote letters to the Prime Minister. We protested outside Parliament. ഞങ്ങൾ പ്രധാനമന്ത്രിക്ക് കത്തെഴുതി പാർലമെന്റിന് പുറത്ത് ഞങ്ങൾ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു. And we tried to do whatever we could do to help you, and to support you to rebuild your lives. നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി, നിങ്ങളെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടി, നിങ്ങളുടെ ജീവിതം വീണ്ടും കരുപ്പിടിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തു. And I'm proud to say that our efforts also were across party lines. ഞാൻ All അഭിമാനത്തോടെ different political parties did try to help and support you through this period. ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു, എല്ലാ രാഷ്ട്രീയത്തിനും അതീതമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് നിന്ന് നിങ്ങളുടെ ഈ പ്രശ്നത്തെ നേരിടുന്നതിന് വേണ്ടി, നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. And as your struggle continues, we will continue to stand by you and support you. നിങ്ങളുടെ ഈ ദുരിതം നിങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും ഞങ്ങൾ ഒരുമിച്ച് നിന്ന് നിങ്ങളോടൊപ്പം അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടി ശ്രമിക്കും എന്ന് ഉറപ്പു തരുന്നു. In September, when I was here, I met a group of shop owners who had been affected by the tragedy, and they told me how their businesses had been wiped out. ഞാൻ സെപ്റ്റംബറിൽ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഈ ദുരന്തത്തിൽ ബാധിതരായിട്ടുള്ള കുറേയധികം വ്യാപാരികളെ കണ്ടിരുന്നു. എങ്ങനെയാണ് അവരുടെ കച്ചവടം മുഴുവൻ ഈ ദുരന്തത്തിൽ ഇല്ലാതെയായി പോയത് എന്ന് അവരോട് പറഞ്ഞു.
we thought that we will try to collect some funds to be able to help them to rebuild their businesses. These were especially small businesses and small shop owners, and I'm happy to say that today we will be giving them a small amount each so that they can start anew. ഞങ്ങൾ അവരെ എങ്ങനെയാണ് സഹായിക്കാൻ കഴിയുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ചിന്തിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഒരു ചെറിയ തുക അവർക്ക് അവരുടെ ആ കച്ചവടങ്ങൾ, ആ ജീവിതം തിരികെ പിടിക്കുന്നതിന് വേണ്ടി, അവരുടെ കച്ചവട സ്ഥാപനത്തിന് വേണ്ടി ചെലവാക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. Shortly after the tragedy, my brother had come here and said that we will build 100 houses for those who have lost their homes. ഈ ദുരന്തം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ സഹോദരൻ ഇവിടെ വന്നപ്പോൾ പറഞ്ഞിരുന്നു, ഈ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് 100 വീടുകൾ നമ്മൾ നിർമ്മിച്ചു നൽകും എന്ന് പറഞ്ഞിരുന്നു. As your sister, it pained me that this process took as long as it did. ഈ നിങ്ങളുടെ ഒരു അനിയത്തി എന്ന നിലയ്ക്ക് ഈ ഒരു പ്രോസസ്സ്, ഈ ഒരു പ്രക്രിയ നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമയത്ത് ഞാൻ അതിനകത്ത് ഉൾപ്പെട്ടിരുന്നു. It took us time because of a lot of clearances we needed, because of land issues and permissions. But finally, I'm happy to say that today we will be able to make a start on building those houses. അതിന് ഒട്ടേറെ സമയമെടുത്തു. കാരണം ഒട്ടേറെ പേപ്പറുകൾ, അതിനകത്ത് പേപ്പർ വർക്കുകൾ ഉണ്ടായിരുന്നു, കുറേയധികം അനുമതികൾ ലഭിക്കേണ്ടതുണ്ടായിരുന്നു. അതിന് സമയമെടുത്തുള്ളത് ശരിയാണ്. പക്ഷേ ഇന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും, ആ വീടുകളുടെ നിർമ്മാണം നമുക്ക് ആരംഭിക്കാൻ സാധിക്കുകയാണ്. It is our objective to provide a 1100 square foot house along with 8 cents of land to each beneficiary. ഓരോ ഗുണഭോക്താവിനും, ഓരോ വ്യക്തിക്കും 8 സെന്റ് സ്ഥലത്ത് ഏകദേശം 1100 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് നമുക്ക് നൽകാൻ കഴിയുന്നുണ്ട്. We have acquired the land for this at Kunnambatta of Mepadi Panchayat and executed the sale deed. ഇവിടെ നമുക്ക് അതിനുള്ള സ്ഥലം നമുക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് മേടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ സാധിക്കും. 3 acres and 24.5 cents has been acquired. 2 acres and 18 cents is in the process of being purchased and will also be completed. 3 ഏക്കർ 24 സെന്റ് നമ്മൾ ഇപ്പോൾ അത് മേടിച്ചു കഴിഞ്ഞു. ഇനി 2 ഏക്കർ 18 സെന്റ് കൂടി നമുക്ക് മേടിക്കുന്നതിനുണ്ട്. അത് ഇതോടൊപ്പം തന്നെ നമുക്കത് പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ്. And the negotiations are over for another 5 acres. So hopefully very soon we will be able to give you the completed houses. 5 ഏക്കറിന് കൂടി വേണ്ടിയുള്ള ആശയവിനിമയങ്ങൾ, സംസാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്നു. And I dedicate today this first day of this project being on the ground and beginning to sort of take off to all those who lost their lives, to all your beloved family members, and I hope that this support that we'll be able to give you will give them peace wherever they are and will give you the opportunity to rebuild your lives again. ഇന്ന് ഈ ഉദ്യമം ഇവിടെ തുടങ്ങുമ്പോൾ നമ്മുടെ ഈ ദുരന്തത്തിൽ നഷ്ടപ്പെട്ടു പോയവരെ, ജീവൻ നഷ്ടപ്പെട്ടവരെ ഞാനിവിടെ നിന്ന് ഓർക്കുകയാണ്. അത് തീർച്ചയായിട്ടും അവരുടെ ആത്മാവിന് ശാന്തി നൽകും. നിങ്ങളുടെ ഉറ്റവർക്ക് അതൊരു കിടപ്പാടമുണ്ടാവുന്നു എന്നുള്ളത് അവരുടെ ആത്മാവിന് സമാധാനം ലഭിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. You are truly family to Rahul ji and to me and to our whole family, and we will continue to stand by you, stand with you and struggle with you and support you as this entire process of rebuilding your lives is completed. നിങ്ങൾ എനിക്കും എൻ്റെ സഹോദരനും എൻ്റെ കുടുംബത്തിനും എൻ്റെ സ്വന്തം കുടുംബാംഗങ്ങളെ പോലെയാണ്. നിങ്ങളുടെ ഈ ജീവിതത്തിൻ്റെ വിഷമഘട്ടത്തിൽ നിങ്ങൾ നടത്തുന്ന ഈ ദുരിതത്തിൽ എല്ലാം ഞങ്ങൾ ഒരുമിച്ച് പങ്കാളിയായി നിങ്ങൾക്കുള്ള പിന്തുണയും നിങ്ങൾക്ക് വേണ്ട സഹായവും അവസാന നിമിഷം വരെ ഞങ്ങൾ ഉണ്ടാവുമെന്ന് ഉറപ്പ് നൽകുന്നു. Thank you very much. നന്ദി. ബഹുമാന്യനായ പി കെ ബഷീർ MLA യുടെ സാന്നിധ്യം പ്രത്യേകം എടുത്തു പറയുകയാണ്. നമ്മുടെ ഈ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കാൻ നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും ഇരുളടഞ്ഞ ഈ കാലഘട്ടത്തിൽ രാജ്യത്തെ ജനതയുടെ, രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ താൽപ്പര്യങ്ങൾ മുഴുവൻ നെഞ്ചിലേറ്റി ഒരു മനുഷ്യൻ പതറാതെ പോരാടുകയാണ്. പ്രിയപ്പെട്ട സ്നേഹവും ഗാന്ധിയൻ നെഹ്റുവിയൻ മൂല്യങ്ങളും അടിയുറച്ച് വിശ്വസിച്ച് ഇന്ത്യ രാജ്യത്ത് വെറുപ്പിനെതിരായിട്ടുള്ള
ഏറ്റവും വലിയ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന വയനാടിൻ്റെ പ്രിയപ്പെട്ട അഭിമാനമായ രാഹുൽ ഗാന്ധി, പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി ഈ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗം പരിഭാഷപ്പെടുത്തുന്നത് നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട ശ്രീ ഷാഫി പറമ്പിൽ എം.എ. दीपादास मुंशी जी, के.सी. वेणुगोपाल जी, प्रियंका जी, सनी जोसेफ जी, पी.के. कुन्यालीकुट्टी जी, बालाकृष्णन जी, टी. सिद्दीक जी, अनिल कुमार जी, पी.के. बशीर जी, इसाक जी, senior leaders on the dais, brothers and sisters, I'd like to welcome all of you here today in the foundation laying ceremony for houses that were built for the victims of the tragedy. പ്രിയങ്ക ഗാന്ധിജി ഉൾപ്പെടെയുള്ള അധ്യക്ഷവേദിയിലെ ആദരണീയരും ബഹുമാന്യരുമായ നേതാക്കന്മാരെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഒരു ദുരന്തത്തിനൊടുവിൽ വീട് നഷ്ടപ്പെട്ട 100 കുടുംബങ്ങൾക്ക് നാം ഉറപ്പുകൊടുത്ത നമ്മുടെ ഭവന പദ്ധതിയുടെ ശിലാസ്ഥാപനത്തിലേക്ക് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ ഹാർദമായി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. I was listening to Priyanka's speech where she was describing what we saw in the aftermath of the landslides that happened here. പ്രിയങ്ക ഗാന്ധിജിയുടെ പ്രസംഗം ഞാൻ കേൾക്കുകയായിരുന്നു, ശ്രദ്ധിക്കുകയായിരുന്നു. അവരത് പറയുമ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, ആ വലിയ ദുരന്തത്തിന് ശേഷം വിറങ്ങലിച്ചു പോയി നാട്ടിൽ വന്ന് ഞാൻ കണ്ടതും നിങ്ങൾ കേട്ടതുമെല്ലാം ഓർക്കുകയായിരുന്നു. It was strange because for me it was the second time that I witnessed the tragedy of a landslide. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊന്നാമതായിരുന്നില്ല, ഞാൻ രണ്ടാമത്തെ തവണയായിരുന്നു അത്തരത്തിൽ ഒരു ഉരുൾപൊട്ടലിൻ്റെ ഭീകരത, അതിൻ്റെ പ്രയാസങ്ങൾ ഞാൻ നേരിട്ട് കാണേണ്ടി വന്നത്. And both times I saw people of Wayanad react in the similar way. രണ്ട് തവണയും ആ ദുരന്തത്തിൻ്റെ മുമ്പിൽ വയനാടിൻ്റെ ജനതയുടെ പ്രതികരണത്തിൻ്റെ ധീരത ഞാൻ നേരിട്ട് കണ്ടതാണ്. അത് ഒരുപോലെ ഇരുന്നിരുന്നു എന്നുള്ളത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. The entire Wayanad, regardless of religion, thoughts, age, they all suddenly came together. ജാതിയുടെയും മതത്തിൻ്റെയും പ്രായത്തിൻ്റെയും ചിന്തയുടെയും ആശയത്തിൻ്റെയും എല്ലാത്തിൻ്റെയും അതിരുകൾക്കപ്പുറത്തേക്ക് ആ ദുരന്തത്തിൻ്റെ മുമ്പിൽ ഒരു ജനത തോളോട് തോൾ ചേർന്ന് നിന്നതാണ് എന്നുള്ളത് ഞാനിപ്പോൾ അഭിമാനത്തോടെ ഓർക്കുകയാണ്. And you know, when you first hear about this type of thing, you have not seen it with your own eyes. It is not clear to you what has happened. ആദ്യ കേൾവിയിൽ കണ്ണിൽ കാണാത്തിടത്തോളം കാലം എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഒരുപക്ഷെ നമുക്ക് പെട്ടെന്ന് മനസ്സിലായെന്ന് വരില്ല. I remember the first time I saw this, we went up a little hill from where we could see that almost the entire village had been washed away.
ഇത് സംഭവിച്ച ശേഷം ഒരു മലനിരയുടെ ഉയർന്ന തലത്തിൽ നിന്ന് നോക്കിക്കാണുമ്പോൾ ഒരു ഗ്രാമം മുഴുവൻ ഒലിച്ചു പോയത് കണ്ടു നിൽക്കേണ്ടി വന്നു. If people had not told me that there was a village there, I would never have known there was a village there. ആ കാഴ്ചയിൽ കണ്ടതിന് പുറമെ ജനങ്ങൾ അവിടെ ഒരു ഗ്രാമമുള്ളത് എന്നോട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ കാഴ്ച പോലും അങ്ങനെ ഒരു ഗ്രാമം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് എന്നെ വിശ്വസിപ്പിക്കാൻ കാരണമാകുമായിരുന്നില്ല. And second time, again we climbed up. I remember hill nearby here, and we walked up. It was quite muddy, and I remember the firemen were working day and night. And then when you look down from the top of the hill, you realize the scale of the violence that nature has carried out. രണ്ടാമത് വന്നപ്പോൾ മലനിരകൾ നടന്നു കയറിയപ്പോൾ മണ്ണും ചളിയും താണ്ടിയപ്പോൾ ഉയരത്തിലെത്തി താഴോട്ട് നോക്കിയപ്പോഴാണ് പ്രകൃതിയുടെ ആ ഭീകര താണ്ഡവത്തിൻ്റെ അതിൻ്റെ അപകടാവസ്ഥ എത്രത്തോളമാണെന്ന് നേരിട്ട് ബോധ്യപ്പെട്ടത്. How suddenly the most beautiful mountains suddenly become violent and hundreds of people die in seconds. മനോഹാരിതയുടെ പ്രതിബിംബങ്ങളായിരുന്ന ആ മലനിരകൾ അത് വലിയ ഖേദത്തിൻ്റെ ദുഃഖത്തിൻ്റെ കേന്ദ്രങ്ങളായി മാറിയതിൻ്റെ നിരവധി മനുഷ്യ ജീവനുകൾ പൊലിഞ്ഞു പോയതിൻ്റെ വേദനയായിരുന്നു കണ്ടു നിൽക്കേണ്ടി വന്നത്. I remember a little boy who we were talking to, whose entire family had drowned in front of him, and he had tried to save everybody. ഞാനൊരു ചെറിയ ആൺകുട്ടിയുമായി സംസാരിച്ചത് ഞാൻ ഓർക്കുകയാണ്. തൻ്റെ കൺമുന്നിൽ കുടുംബം മുഴുവൻ ഒലിച്ചു പോകുന്നത് കണ്ടു നിൽക്കേണ്ടി വന്ന ദുരന്തം താങ്ങേണ്ടി വന്ന ഒരു ചെറിയ കുട്ടി. So you lost a lot, but you never lost your spirit. ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചെങ്കിലും വയനാടിൻ്റെ ജനത അവരുടെ ആത്മവീര്യത്തെ നഷ്ടപ്പെടുത്തിയിരുന്നില്ല എന്നുള്ളതാണ് ഈ സംഭവങ്ങൾ ഓരോന്നും തെളിയിച്ചത്. You never lost your courage. You never lost your courage. നിങ്ങളുടെ ധീരത ഒരിക്കലും നിങ്ങൾക്ക് കൈമോശം വന്നിരുന്നില്ല. And most important, more important than spirit and courage, you never lost compassion for other people. അതുമാത്രമല്ല ആത്മവീര്യത്തെക്കാളും ധീരതയെക്കാളും ഞാൻ ഒരു കാര്യം കൂടെ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. അതിനേക്കാളെല്ലാം പ്രാധാന്യത്തോടെ ആ നഷ്ടങ്ങൾക്ക് നടുവിലും കൂടെയുള്ളവരെ മറ്റുള്ളവരെ കരുതാനുള്ള നിങ്ങളുടെ മനസ്സ് അത് ദൃഢമായി നിന്നു. അത് നിങ്ങൾക്ക് ഒരിക്കലും കൈമോശം വന്നിരുന്നില്ല. For many of us who were not directly impacted by the tragedy, this was a huge event. പലർക്കും നമ്മളിൽ പലർക്കും ഇതിനു മുമ്പ് ദുരന്തം നേരിട്ട് അനുഭവിച്ചിട്ടില്ലാത്ത പലർക്കും ഇതൊരു അനുഭവ പാഠമായിരുന്നു. After the event, we went home to our family members. ഈ ദുരന്തത്തിന് ശേഷം കുടുംബങ്ങളിലേക്ക് അവരുടെ അംഗങ്ങളോടൊപ്പം തിരിച്ചു പോരാൻ We slept in our house. സ്വന്തം വീടിൽ കിടന്നുറങ്ങിയിരുന്നവർ, We played with our friends. സുഹൃത്തുക്കളും ഒന്നിച്ച് സമയം ചെലവഴിച്ചവർ. But for the people who were impacted by the tragedy, this was not an event. പക്ഷേ ഈ ദുരന്തം താങ്ങേണ്ടി വന്നവർക്ക് ചിത്രം അതായിരുന്നില്ല അവരുടെ മുമ്പിൽ വരച്ചു വെച്ചിരുന്നത്. This is a process that is going to remain with them for the rest of their life. അവരുടെ ജീവിതത്തിനും ഈ കാലശേഷം അവർക്കിനി മുന്നോട്ടുള്ള പാതയിൽ ഇതാണ് അവർക്ക് നേരിടേണ്ടി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. They will look back on that day and remember maybe their father or their brother or their sister or their friend who's not there anymore. ആ ദുരന്തത്തിന്റെ ദിനങ്ങൾ ഓർത്തിട്ട് ജീവിതത്തിൽ ശേഷിക്കുന്ന ദിവസങ്ങളിൽ ഓരോരുത്തരും അവർ ചിലപ്പം ചിന്തിക്കുമായിരിക്കും, എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, എൻ്റെ സഹോദരങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ചിന്ത ജീവിതാവസാനം വരെ അവരെ വിട്ടു പോകില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. They will carry this with them every day. They will remember this day for many years. ഈ ഉണങ്ങാത്ത മുറിവുകൾ അവരുടെ ജീവിതാന്ത്യം വരെ അവരുടെ ഉള്ളിൽ അവർ കൊണ്ടു നടക്കും. This ceremony today is a symbol, is a message to those people. അവർക്കുള്ളൊരു ലളിതമായ സ്നേഹം നിറഞ്ഞൊരു സന്ദേശമാണ് ഇന്ന് ഈ സംഗമവും ഈ ചടങ്ങും. That in this process of recovery, in this process of healing, we are with you. അതിജീവനത്തിന്റെ ഈ പാതയിൽ അവരോട് ഞങ്ങൾ നെഞ്ചിൽ കൈവച്ച് പറയുന്നു, നിങ്ങളോടൊപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ട് എന്നുള്ളത് അവരോട് പറയാൻ ആഗ്രഹിക്കുകയാണ്.
And for us, it is not a one-day event that happened, because you are our family. അതൊരു ദിവസം കൊണ്ടുണ്ടായി തീർന്ന ഒന്നല്ല. കാരണം നിങ്ങൾ ഞങ്ങളുടെ കുടുംബമാണ്, കുടുംബത്തിലെ അംഗങ്ങളാണ്. And we are going to stand with you not once, not twice, but we are going to stand with you whenever you need us. ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോഴാ ഒരു ദുരന്തമുഖത്ത് ഈ ഒരു തവണയോ നാളെ വേറൊരു തവണയോ എന്നുള്ളതല്ല. എപ്പോഴെല്ലാം നിങ്ങൾക്ക് തോളോട് തോളുരുമി നിൽക്കാൻ ഞങ്ങൾ ആവശ്യമുണ്ടോ അപ്പോഴെല്ലാം നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടായിരിക്കുമെന്നുള്ള വാക്കാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. My sister was telling me in the car that she's not happy that this process had taken so long. My sister was telling me in the car that she's not happy that it has taken so long to do this. കാറിൽ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും എൻ്റെ സഹോദരി എന്നോട് സൂചിപ്പിക്കുകയായിരുന്നു, ഇത് ഇത്രയും കാലതാമസം ഇതിനെടുക്കേണ്ടി വന്നതിൻ്റെ പ്രയാസങ്ങളെ സംബന്ധിച്ച്. There were complexities with the permissions, there were complexities with the land, other complexities. ഭൂമി ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങളിലെ സാങ്കേതിക കുരുക്കുകളും നൂലാമാലകളും എല്ലാം ഇതിൻ്റെ മുന്നിൽ തടസ്സമായി നിന്നിരുന്നു. But now I hope that this project is completed as quickly as possible. ഇപ്പോൾ ഞാൻ ഉറച്ചു പ്രതീക്ഷിക്കുന്നു, വിശ്വസിക്കുന്നു, എല്ലാ നൂലാമാലകൾക്കും അപ്പുറത്തേക്ക് ഇത് അതിവേഗം പൂർത്തീകരിച്ച് ഈ 100 ഭവനങ്ങൾ അവരുടെ അർഹരായ ആളുകളുടെ കൈകളിലേക്ക് എത്തുമെന്നുള്ളത് എൻ്റെ ഉറച്ച വിശ്വാസമാണ്. For me, coming back to Wayanad is always a pleasure. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ണിലേക്ക് വരിക എന്നുള്ളത് എന്നും എൻ്റെ മനസ്സ് നിറയെ സന്തോഷം നൽകുന്ന ഒരു അനുഭവമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. Now, I told you I was speaking about serious stuff. Now, because I'm here with my family members, I want to say something slightly more lighter. Sir. Slightly lighter. Earlier, I was talking about serious things. I was saying serious things. Now, because I'm talking to my family members, I want to say something slightly lighter. അതീവ ഗുരുതരമായ പല കാര്യങ്ങളെ സംബന്ധിച്ചാണ്, ഗൗരവമേറിയ കാര്യങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചത്. ഇനി എനിക്ക് എൻ്റെ കുടുംബാംഗങ്ങളോട് 2 ചെറിയ വർത്താനങ്ങൾ പറയാൻ ആഗ്രഹമുണ്ട്. So, of course, before I say that, I want to thank my friends in the Muslim League who've also helped with the houses, with the construction and with the rehabilitation of people here and all partners in the UDF. അതിലേക്ക് ഞാൻ കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഈ ദുരന്തമുഖത്ത് ആശ്വാസത്തിൻ്റെ തെളിനീരുമായി കടന്നു വന്ന് ആ ഭവന പദ്ധതി പൂർത്തീകരിച്ച ആ വീടുകൾ കൈമാറാൻ തയ്യാറാക്കി വെച്ച ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ മുഴുവൻ സഹപ്രവർത്തകരെയും ഞാൻ ഹൃദയം തുറന്ന് അഭിനന്ദിക്കുന്നു. അതുമാത്രമല്ല, ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം നിന്ന ഐക്യ ജനാധിപത്യ മുന്നണിയിലെ ഓരോ ഘടകകക്ഷികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും അഭിനന്ദനങ്ങളും ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. Now, I've been in politics from 2004, almost 22 years. 2004 എൻ്റെ ഓർമ്മകളെ, നിങ്ങളുടെ ഓർമ്മകളെ ഞാൻ നടത്താൻ ആഗ്രഹിക്കുന്നു. So, as you progress, you start to change the way you think about things. കാര്യങ്ങളെ കണ്ടു തുടങ്ങുമ്പോൾ, അറിഞ്ഞു തുടങ്ങുമ്പോൾ, ഒരു യാത്ര നമ്മൾ ആരംഭിക്കുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകൾ അത് വിപുലമാക്കും, അതിൽ മാറ്റങ്ങൾ വരും. So, one of the things that I think is that politicians should be more open about themselves. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഒരു രാഷ്ട്രീയ നേതാവ് അവനവനെ പറ്റി, തങ്ങളെ പറ്റി കൂടുതൽ ജനങ്ങളുമായി തുറന്ന് സംവദിക്കേണ്ടതുണ്ടോ? More transparent about what is going on. ഒരു തുറന്ന പുസ്തകമായി സംഭവിക്കുന്നത് എന്താണ് എന്ന് ജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യേണ്ടതുണ്ടോ? So now I'm going to irritate my sister a little bit. ഞാൻ ചെറുതായിട്ട് എൻ്റെ പെങ്ങളെ ഒന്ന് അസ്വസ്ഥമാക്കാൻ ആഗ്രഹിക്കുകയാണ്. So yesterday my sister had an argument with me. ഇന്നലെ ഞാനും എൻ്റെ സഹോദരിയും തമ്മിൽ ചെറിയ ഒരു വാദപ്രതിവാദം ഉണ്ടായി. You know, our brothers and sisters, they fight sometimes about silly things. അതൊക്കെ ഉണ്ടാവില്ലേ? നമ്മുടെ വീട്ടിലാണെങ്കിലും ആങ്ങളെയും പെങ്ങളെയും തമ്മിൽ ചെറിയ കുഞ്ഞ് സ്നേഹമുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടാവില്ലേ? So yesterday I said something silly, so she got upset. അപ്പം ഞാൻ ചെറുതായിട്ടൊരു തമാശ പോലെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഇന്നലെ ആൾക്ക് ചെറിയ അസ്വസ്ഥത വന്നു. So she was not talking to me yesterday.
സത്യം പറ, ഇന്നലെ പിന്നെ പുള്ളിക്കാരി എന്നോട് മിണ്ടിയിട്ടേയില്ല. You understand? So then I went to see my mother, and I told my mother, my mother said, because my mother was there during the fight, my mother said, so how's your sister? ഞാൻ അതിന് ശേഷം നേരെ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോയി. ഞാൻ അമ്മയുടെ അടുത്ത് എത്തിയ ഉടനെ അമ്മ എന്നോട് ചോദിക്കുന്നു, സഹോദരി എങ്ങനെയുണ്ട്, പെങ്ങൾ സുഖമായിട്ടിരിക്കുകയാണോ? So she said, I told my mother, no, my sister's upset with me, so she's not talking to me. ഞാൻ അമ്മയോട് പറഞ്ഞു, അതിന് പെങ്ങൾ എന്നോട് മിണ്ടുന്നേ ഇല്ല, ഇച്ചിരി അസ്വസ്ഥതയിലാണ് എന്നോട്. But then I told my mother, I have trapped my sister. Then I told my mother, I have trapped my sister. ഞാൻ പറഞ്ഞ്, ഞാനൊരു സ്നേഹക്കുരുക്കിൽ എൻ്റെ പെങ്ങളെ പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഇന്നലെ പറഞ്ഞു. Because tomorrow she's going to Wayanad and she cannot be angry with me anymore. പക്ഷേ ഇത് ഈ സമയം വരെ എന്നോട് മിണ്ടുന്നില്ലെങ്കിലും നാളെ വയനാട്ടിലേക്കാണ് പോകുന്നത്. അത് അങ്ങനെ തുടരാൻ പറ്റില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നുള്ളത്. So this morning, when we got in the plane, I said hello to her. She had a long face. ഇന്ന് രാവിലെ കാലത്ത് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി വിമാനത്തിൽ കയറിയ സമയത്ത് ഞാൻ ചെറുതായിട്ടൊരു ഹലോ പറഞ്ഞു. അപ്പോഴും മുഖത്തെ ഗൗരവം പൂർണ്ണമായും മാഞ്ഞിട്ടുണ്ടായിരുന്നില്ല. But the moment we landed in Wayanad, she started smiling and talking to me as normal. വിമാനം ഇവിടെ എത്തുന്നത് വരെ ആ മുഖഭാവം അങ്ങനെ തന്നെ ഇരുന്നെങ്കിൽ നമ്മുടെ ഭൂമി തൊട്ടപ്പോ ഇവിടെ ഇറങ്ങിയപ്പോ ആ മുഖം മാറി ചിരിക്കാൻ തുടങ്ങി, സംസാരിക്കാൻ തുടങ്ങി, ആവേശഭരിതയായി. Please understand that is the magic of the people of Wayanad. അത് മറ്റൊന്നുമല്ല, അത് വയനാടൻ ജനതയുടെ സ്നേഹത്തിന്റെ മാന്ത്രികതയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Thank you very much, and much love to everybody, especially the people who lost family members, who lost friends, who lost property. We are all with you. We are going to stand with you, and we are going to protect you. Thank you. നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക്, ജീവിതം നഷ്ടപ്പെട്ടവർക്ക്, സ്വത്തുവകകൾ നഷ്ടപ്പെട്ടവർക്ക്, കടകൾ നഷ്ടപ്പെട്ടവർക്ക്, കടമുറികൾ നഷ്ടപ്പെട്ടവർക്ക് എപ്പോഴെല്ലാം ഞങ്ങളെ ആവശ്യമുണ്ടോ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി ഓരോരുത്തർക്കും. പ്രിയങ്ക ഗാന്ധിയുടെ പ്രത്യേകമായിട്ടുള്ള ഇടപെടലിലൂടെ ഇവിടെ വെച്ചുകൊണ്ട് 5 ലക്ഷം രൂപ വെച്ച് ബിൽഡിംഗ് ഉടമകൾക്ക് കൈമാറുകയാണ്. ബിൽഡിംഗ് ഉടമകളായ ആളുകൾ അവിടെ നിന്ന് പേര് വിളിക്കും. അവരെ ഇങ്ങോട്ട് എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഹംസ സി എം, 2 രാജേന്ദ്രൻ എം, ഷംസുദ്ദീൻ പി പി, റെജി പി ടി, റോയ് പി ടി, അണ്ണയ്യൻ കെ, സുദർശൻ പി, സെയ്തലാവി പി, പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ പ്രിയങ്ക ഗാന്ധി കൊടുത്തു തുടങ്ങിയപ്പോഴാണ് സർക്കാരിന് പോലും ഓർമ്മ വന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതാണ്.
നൗഷീബ കെ, മജീദ് കെ എ, അബൂബക്കർ, സൈഫുദ്ദീൻ കെ എസ്, സൈഫുദ്ദീൻ കെ എസ്, ഇബ്രാഹിം കെ, ഇബ്രാഹിം എ, അബൂബക്കർ, നബീസ, പാത്തുമ്മക്കുട്ടി കെ കെ, മുഹമ്മദ് അലി വി, മുഹമ്മദ് അലി വി, മുഹമ്മദ് അലി കെ, മുഹമ്മദ് അലി പി എ, സലീന ഹാരിസൺ, റബിയ ടി, നിസാർ പി, അബ്ദുൽ ഗഫൂർ പി, മുഹമ്മദ് ഹാനി കെ, അബ്ദുൽ കരീം, അഷ്റഫ് പി, അബൂബക്കർ സി കെ, അബ്ദുൽ സലാം വി കെ, മൻസൂർ അലി പി, അബ്ദുൽ ജലീൽ എ, വിജയൻ കെ, വിജയൻ കെ, സൈനബ പി എം, ആബിദ കെ പി, സലീമ ടി എ, പൊന്നയ്യൻ എൻ, അബ്ദുൽ അസീസ്,
ഷമീറത്ത് അബ്ദുറഹ്മാൻ വി ഖദീജ പി ആലക്കൽ എച്ച് ആസിയ പരിപാടിക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ ബത്തേരി MLA ശ്രീ IC ബാലകൃഷ്ണൻ. പ്രിയമുള്ളവരെ, ഈ ചടങ്ങിൽ ഒറ്റ വാക്കിൽ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ, പാമ്പൻ മാധവൻ റോഡ്, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972761303.